ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ഈരൽ, ഈ മാങ്ങ, ഈ കല്ലിപ്പൈ, അതായത് ചിക്കൻ്റെ കല്ലിപ്പയ്യും കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് എങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത് ഇതിലെങ്ങനെ കൂട്ടാൻ വയ്ക്കണം ഞാൻ കാണിച്ചു തരാം. ഇത് മൊത്തം ഈരലാണ്. നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള സാധനം ഞാൻ ചെറിയ ഉള്ളി എടുത്ത് നല്ലവണ്ണം കുഞ്ഞു കുഞ്ഞാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അതേപോലെ കുഞ്ഞു കുഞ്ഞാ കട്ട് ചെയ്ത് അതും എടുത്ത്, മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, ഇത്തിരി പച്ചമുളക്, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി പൂണ്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ പെപ്പർപ്പൊടി, 1 സ്പൂൺ മുളക്, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് പെരുംജീരകപ്പൊടി. ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കണം നോക്കാം. ഞാൻ ഇവിടെ ഇത്തിരി നെയ്യാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അതിൽ കടുകിടണ്ട, കരിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാ മസാലയും ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ മസാലകളും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കണം. ഈ ഈരലെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാനുള്ള ഉപ്പ് ഇത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നല്ലവണ്ണം മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ കൊച്ചുള്ളി ഇതിലിട്ട് കൊടുക്കാം, പച്ചമുളക്, ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഇത് നല്ലവണ്ണം എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. കൊച്ചുള്ളിയും നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി മല്ലിച്ചപ്പിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. സൂപ്പറായ ഒരു ഈരൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ലവണ്ണം നമ്മൾ ഒഴിച്ച നെയ്യങ്ങ് വിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. സൂപ്പറാണ്. ഇത് കാണും പോലെയല്ല, നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതും മുറിച്ചവിച്ച കിഴങ്ങും കൂട്ടി കഴിക്കാൻ സൂപ്പറായിരിക്കും. നിങ്ങളൊരിക്കൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മുറിച്ചവിച്ച കിഴങ്ങിൻ്റെ കൂടെ ഇതൊന്ന് നമുക്ക് കോരി ഇങ്ങനെ അതിൻ്റെ പുറത്ത് വെച്ച് നമുക്ക് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റായിരിക്കും. നിങ്ങളൊരിക്കൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കൂട്ടാവാൻ മറക്കണ്ട. താങ്ക് യു.